പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ DMOയുടെ വിശദീകരണം ഇന്നുണ്ടായേക്കും. ആശുപത്രിക്ക് വീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതർ. അതേസമയം അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. അഭിനന്ദ്, ഗുരുതര സ്വഭാവത്തിലുള്ള പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൽ ആശുപത്രിക്ക് വീഴ്ചയില്ല എന്നുള്ളൊരു പ്രാഥമിക റിപ്പോർട്ടാണ് DMOയ്ക്ക് മുമ്പിലേക്കും എത്തിയത്. കൂടുതൽ വിശദീകരണം ഇന്ന് DMOയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക തന്നെയാണ്. വിവരങ്ങൾ അഭിനന്ദ്. റിജിത്ത്, പാലക്കാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ടാണ് പാലക്കാട് പല്ലശ്ശന സ്വദേശി വിനോദിനിയുടെ അമ്മ രംഗത്തെത്തിയത്. ചികിത്സ നിഷേധിച്ചു. പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിക്ക് ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്ത് പാലക്കാട് ജില്ലാ ആശുപത്രി എത്തിച്ചതിന് പിന്നാലെ എന്താണ് കൃത്യമായിട്ടുള്ള ചികിത്സ എന്ന് പോലും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മര്യാദ അവിടുത്തെ ആശുപത്രി അധികൃതരോ ഡോക്ടർമാരോ കാണിച്ചില്ല എന്നൊക്കെയായിരുന്നു ഗുരുതര ആരോപണം അമ്മയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് DMOയുടെ നിർദ്ദേശപ്രകാരം 2 അംഗ ഡോക്ടർമാർ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകിയിരുന്നു. ആശുപത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഒരു കൈ ഒടിഞ്ഞു വന്നാൽ കൊടുക്കേണ്ട എല്ലാവിധമായിട്ടുള്ള ചികിത്സയും നൽകി എന്നുമായിരുന്നു ആശുപത്രി അധികൃതർ 2 അംഗ ഡോക്ടർമാരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് ഇന്നലെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് കുടുംബവും അമ്മയും രംഗത്തെത്തി. ഇന്ന് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രി ഇത് സ്ഥിരം കാഴ്ചയാണെന്നും വിവിധ പരാതികൾ താൻ തന്നെ ഉന്നയിച്ചിട്ടും ആരോഗ്യമന്ത്രി കൃത്യമായി ഇടപെട്ടിട്ടില്ല. ഈ ആരോഗ്യമന്ത്രിയാണ് കരൂർ ദുരന്തമുണ്ടായ സമയത്ത് ഇവിടെ നിന്നും പ്രത്യേക സംഘത്തെ അയക്കാമെന്ന് പറഞ്ഞത്. സ്വന്തം സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത ആരോഗ്യമന്ത്രി എങ്ങനെ മറ്റുള്ള സംസ്ഥാനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ള രൂക്ഷമായ വിമർശനവുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും കുടുംബം നിയമ നടപടികളുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരെയും ഒപ്പം തന്നെ സർക്കാരിനെതിരെയും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അന്വേഷണ റിപ്പോർട്ട് അത് സംസ്ഥാന ആരോഗ്യ ഡയറക്ടറിന്റെ നിർദ്ദേശപ്രകാരം DMO ഇന്ന് ഒരു വിശദീകരണം അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നൽകും. ഒപ്പം തന്നെ DMOയുടെ ഒരു സമഗ്രമായ റിപ്പോർട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് നൽകാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പ് നൽകുമ്പോഴും കുടുംബ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം വീഴ്ച സംഭവിച്ചിട്ടുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആശുപത്രി അധികൃതരും. സ്മിത, റിജിത്ത്. YS അഭിനന്ദാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുമായി നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. പക്ഷേ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് അധികൃതരും പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.